എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ലെസന്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് HSC സോഷ്യൽ സയൻസിന്റെ ഫൈനൽ ലാപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിലബസ് കവർ ചെയ്യുന്ന കുറേ അധികം പോർഷൻസും കവർ ചെയ്തുകൊണ്ട് ഒട്ടുമിക്കാലും പോർഷൻസ് കവർ ചെയ്തുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാതെ ആരും നാളെ പരീക്ഷയ്ക്ക് പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Which curriculum gives equal importance to knowledge, skills and attitudes? എന്താ പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ ഇമ്പോർട്ടൻസ് നോളജിനും സ്കിൽസിനും ആറ്റിറ്റ്യൂഡ്സിനും കൊടുക്കുന്ന കരിക്കുലം ഏതാണ്? ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, സമയം കളയുന്നില്ല. ഏതായിരിക്കും? ഇന്റഗ്രേറ്റഡ് കരിക്കുലമാണ് ആൻസർ അല്ലേ? അപ്പോൾ എല്ലാ മേഖലയ്ക്കും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇന്റഗ്രേറ്റഡ് കരിക്കുലമാണ്. ദെൻ വിച്ച് ടൈപ്പ് ഓഫ് കരിക്കുലം റെഫേഴ്സ് ടു ലെസൺസ് ദാറ്റ് ആർ ലേൺഡ് ബട്ട് നോട്ട് ഓപ്പൺലി ഇൻറ്റൻറ്റഡ്? നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് കരിക്കുലമാണ് പാഠ്യപദ്ധതിയിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടില്ല, എന്നാൽ വിദ്യാഭ്യാസ ജീവിതത്തിലൂടെ ഒരു വിദ്യാർത്ഥി ഏൺ ചെയ്യുന്ന ചില ഗുണങ്ങളുണ്ട് ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കരിക്കുലത്തെ പറയുന്ന പേരെന്താണ്? എന്തായിരിക്കും? ഇവിടെ നോട്ട് ഓപ്പൺലി ഇൻറ്റൻറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓപ്ഷനിൽ എത്താൻ കഴിയും. എന്താണ്? ഹിഡൻ കരിക്കുലമാണ്. ഇതെന്ന് പറയുന്ന ഒരു അൺറിട്ടൺ അല്ലെങ്കിൽ എന്താണ് അൺഒഫീഷ്യൽ ലെസൺസ് ആണ്. എന്താണ്? വാല്യൂസ് ഓർ പെർസ്പെക്റ്റീവ്സ് ഓർ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി വിദ്യാഭ്യാസ ജീവിതത്തിലൂടെ ആർജിക്കുന്ന ചില മൂല്യങ്ങൾ. അപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പൊ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന സംഭവം, അതേപോലെ തന്നെ മുതിർന്നവരോടുള്ള റെസ്പെക്ട്, ഇതൊക്കെ കരിക്കുലത്തിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ്, നമ്മളൊരു വിദ്യാഭ്യാസ ജീവിതത്തിലൂടെ എന്ത് ചെയ്യുന്നതാണ്? കുട്ടി സ്വയം ആർജിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതാണ് ഹിഡൻ കരിക്കുലം എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ അക്കോർഡിംഗ് ടു കണ്ണിങ്ഹാം, കരിക്കുലം ഈസ്, കണ്ണിങ്ഹാമിന്റെ അഭിപ്രായത്തിൽ കരിക്കുലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ നോക്കിക്കേ. പ്ലാൻ ഓഫ് ടീച്ചിങ് ആണോ, എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ്? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷൻ ആണ്. ഇത് സാധാരണ മിക്കവാറും HSC പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ടീച്ചർ ടു മൗൾഡ് സ്റ്റുഡൻസ് എന്നുള്ളതാണ്. ഇത് കണ്ണിങ്ഹാമിന്റെ ഡെഫിനേഷൻ ഇങ്ങനെയല്ല, പക്ഷെ ഇവിടെ ഓപ്ഷൻസിൽ ഇങ്ങനെ തന്നിരിക്കുന്നു. അപ്പോൾ നോക്കുക, എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ് ടു മൗൾഡ് ഹിസ് മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു ഹിസ് ഐഡിയൽസ് ഇൻ ഹിസ് സ്റ്റുഡിയോ എന്നതാണ് ഡെഫിനിഷൻ. കണ്ണിങ്ഹാമിന്റെ ഡെഫിനിഷൻ എന്താണ്? ഒന്നുകൂടെ നോക്കുക. എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ്, എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ് ടു മൗൾഡ് ഹിസ് മെറ്റീരിയൽസ്. എന്താ പറഞ്ഞത്? ടു മൗൾഡ് ഹിസ് മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു ഹിസ് ഐഡിയൽസ് ഇൻ ഹിസ് സ്റ്റുഡിയോ. അപ്പൊ ഇവിടെ പല രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. ഇനി പറഞ്ഞതാണ് കണ്ണിങ്ഹാമിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ടീച്ചറിനെയാണ്. ഓക്കെ, ഹിസ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്യൂപ്പിൾ അല്ലെ സ്റ്റുഡൻറ്റിനെയാണ്. അതേപോലെ ഐഡിയൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ആണ്. സ്റ്റുഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് സ്കൂളാണ്. അപ്പോൾ ടീച്ചറിനെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു, പ്യൂപ്പിളിനെയാണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഐഡിയൽസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സും സ്റ്റുഡിയോ എന്ന് പറയുന്നത് സ്കൂളുമാണ്. ഇതാണ് ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ മെയിൻ എയിം ഓഫ് ആക്ഷൻ റിസർച്ച് ഈസ് ടു, എന്താണ് ആക്ഷൻ റിസർച്ചിന്റെ മെയിൻ എയിം എന്താണ്? ഇംപ്രൂവ് ക്ലാസ് റൂം പ്രാക്ടീസസ് എന്നുള്ളതാണ്. എന്താണ്? ഇംപ്രൂവ് ക്ലാസ് റൂം പ്രാക്ടീസസ് എന്നുള്ളതാണ് ആക്ഷൻ റിസർച്ചിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇല്ലേ? അപ്പോൾ ആക്ഷൻ റിസർച്ചിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആക്ഷൻ റിസർച്ച്, ഫാദർ ഓഫ് ആക്ഷൻ റിസർച്ച് എന്നറിയപ്പെടുന്നത് കർട്ട് ലെവിൻ ആണ് കേട്ടോ. കർട്ട് ലെവിനെയാണ് ഫാദർ ഓഫ് ആക്ഷൻ റിസർച്ച് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം കാണും, സ്റ്റീഫൻ എം കോറി പിന്നെ ആരാണെന്നുള്ളത്. മക്കളെ, ആക്ഷൻ റിസർച്ച് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കർട്ട് ലെവിൻ ആണ്. എന്നാൽ അതിനെ പോപ്പുലറൈസ് ചെയ്തതും സോഷ്യൽ സയൻസിൽ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്തതും സ്റ്റീഫൻ എം കോറിയാണ്. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ആരെയാണ്? കർട്ട് ലെവിൻ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇനി സ്റ്റീഫൻ എം കോറി എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ടു എന്താണ് യൂസ് ആൻഡ് പോപ്പുലറൈസ് ആക്ഷൻ റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ. അതാരാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റീഫൻ എം കോറിയുമാണ്. ഓക്കെ, അപ്പോൾ കർട്ട് ലെവിൻ അറിയാലോ, ഫീൽഡ് തിയറിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കർട്ട് ലെവിൻ. അദ്ദേഹമാണ് ആക്ഷൻ റിസർച്ചിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ഇതുകൂടാതെ ഫാദർ ഓഫ് എന്താണ് മോഡേൺ സോഷ്യൽ സൈക്കോളജി, ഫാദർ ഓഫ് മോഡേൺ സോഷ്യൽ സൈക്കോളജി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? കർട്ട് ലെവിനെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഇനി ആക്ഷൻ റിസർച്ചിന് മറ്റൊരു പേരും കൂടിയുണ്ട്. ആക്ഷൻ റിസർച്ച് ഈസ് ഓൾസോ നോൺ ആസ് ക്ലാസ് റൂം റിസർച്ച്. എന്താണ്? ആക്ഷൻ റിസർച്ച് ഈസ് ഓൾസോ നോൺ ആസ് ക്ലാസ് റൂം റിസർച്ച്. പിന്നെ ഇതിന്റെ ടൈപ്സും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻഡിവിജ്വൽ ആക്ഷൻ റിസർച്ച്, അതേപോലെ തന്നെ കൊളാബറേറ്റീവ് ആക്ഷൻ റിസർച്ച്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ഷൻ റിസർച്ച്. അത് സ്കൂൾ ഓർ കോളേജ് വൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ,
അപ്പോൾ ഇൻഡിവിജ്വൽ ആക്ഷൻ റിസർച്ച്, കൊളാബറേറ്റീവ് ആക്ഷൻ റിസർച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ. അപ്പോൾ ഇൻഡിവിജ്വൽ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഡൺ ബൈ വൺ ടീച്ചറാണ്, ഒരു ടീച്ചർ നടത്തുന്നതാണ്. കൊളാബറേറ്റീവ് എന്ന് പറയുമ്പോൾ ഡൺ ബൈ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ്, കണ്ടക്റ്റഡ് ബൈ സ്കൂൾ വൈസ് ഓർ അല്ലെങ്കിൽ കോളേജ്. ഓക്കെ, കണ്ടക്റ്റഡ് ബൈ സ്കൂൾ ഓർ കോളേജ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടക്ട് ചെയ്യുന്നതാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ഷൻ റിസർച്ച്. ഓക്കെ, ഇനി ഏറ്റവും കോമൺ ഫോം ആയിട്ടുള്ള ആക്ഷൻ റിസർച്ച്, മോസ്റ്റ് കോമൺ ഫോം ഓഫ് ആക്ഷൻ റിസർച്ച് ഏതാണെന്ന് ചോദിച്ചാൽ സ്പൈറൽ ടൈപ്പ് ആണ്. ഓക്കെ, സ്പൈറൽ ടൈപ്പ്. അപ്പോൾ ഇതൊരു സൈക്ലിക് ഇതിലാണെന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചേക്കുക. അതായത് ഈ ആക്ഷൻ റിസർച്ച് സംഭവിക്കുന്നത് എങ്ങനെയാണ്, ഒരു സൈക്കിൾ ഇതിലാണ്, ഒരു റിപ്പീറ്റിംഗ് സൈക്കിൾസ് ആയിട്ടാണ്. ഒരിക്കലും നോട്ട് ജസ്റ്റ് വൺ ടൈം, ഒറ്റ തവണയായിട്ടല്ല, ഒരു സൈക്കിൾ രീതിയിലാണ്, മീൻസ് ഒരു റിപ്പീറ്റിംഗ് സൈക്കിൾ ആയിട്ടാണ് ആക്ഷൻ റിസർച്ച് സംഭവിക്കുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പൊ സ്റ്റീഫൻ എം കോറിയാണ് ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്തതെന്ന് ഓർക്കുക. എന്നാൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, നമ്മുടെ കർട്ട് ലെവിനാണ്. ഓക്കെ, കർട്ട് ലെവിനെ ഓർമ്മയുണ്ടല്ലോ, ഏതാണ്, ഫീൽഡ് തിയറിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. പിന്നെ ആക്ഷൻ റിസർച്ചിന്റെ സ്റ്റെപ്പും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. പ്ലാൻ, ആക്ട്, ഒബ്സർവ് ആൻഡ് റിഫ്ലക്ട്. എന്താണ് പ്ലാൻ, ആക്ട്, ഒബ്സർവ് ആൻഡ് റിഫ്ലക്ട്? ഇത് ഇത്രയും ആക്ഷൻ റിസർച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മെയിൻ എയിം നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആക്ഷൻ റിസർച്ച് ഈസ് മെയിൻലി കണ്ടക്റ്റഡ് ബൈ ആരാണ്, ടീച്ചേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ആക്ഷൻ റിസർച്ച് ഈസ് മെയിൻലി കണ്ടക്റ്റഡ് ബൈ ടീച്ചേഴ്സ്. ദ ബേസിക് സ്റ്റെപ്സ് ഓഫ് ആക്ഷൻ റിസർച്ച് ആണ്, ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഏതൊക്കെയാണ്, ഐഡന്റിഫൈ, പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട്. ആദ്യം ഐഡന്റിഫൈ, പിന്നെ പ്ലാൻ, ദെൻ ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട്. ഞാനത് പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഐഡന്റിഫൈ അതിന് മുമ്പിലുണ്ട്. ഓക്കെ, ഇത് കാണുമ്പോൾ അറിയാലോ, ബാക്കിയൊക്കെ നോക്കുമ്പോൾ. ദെൻ ദ ആക്ഷൻ റിസർച്ച് ഹെൽപ്സ് ടീച്ചേഴ്സ് ടു, എന്തിനാണ്, സോൾവ് ക്ലാസ് റൂം പ്രോബ്ലംസ്. എന്തിനെ സഹായിക്കുന്നു, ടീച്ചേഴ്സിനെ ക്ലാസ് റൂം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടാണ് സഹായിക്കുക. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ആക്ഷൻ റിസർച്ച്. എന്താണ് ആക്ഷൻ റിസർച്ചിന്റെ ഒരു ടൈപ്പ് അല്ലാത്തത് ഏതെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇൻഡിവിജ്വൽ ആക്ഷൻ റിസർച്ച്, കൊളാബറേറ്റീവ് ഉണ്ട്, സ്കൂൾ വൈഡ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ സ്കൂൾ വൈഡ് അല്ലെങ്കിൽ കോളേജ് വൈഡ് എന്നൊക്കെ പറഞ്ഞ് തരുന്നത് കേട്ടോ. ദെൻ ഓപ്ഷൻ ഡി, ഫിലോസഫിക്കൽ റിസർച്ച്. അപ്പൊ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്, ഫിലോസഫിക്കൽ റിസർച്ച് ആണ്. ഓക്കെ, ദെൻ ദ സ്പൈറൽ മോഡൽ ഓഫ് ആക്ഷൻ റിസർച്ച് ഇൻക്ലൂഡ്. എന്തൊക്കെ വരുമെന്ന് നോക്കിക്കേ. പ്ലാനിങ്, ആക്ടിങ്, ഒബ്സർവിങ് ആൻഡ് റിഫ്ലക്റ്റിംഗ്. പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട് എന്നുള്ളത് മനസ്സിൽ വെച്ചേക്കുക. അപ്പൊ പ്ലാനിങ്, ആക്ടിങ്, ഒബ്സർവിങ്, റിഫ്ലക്റ്റിംഗ്, ആ സൈക്കിളിനകത്ത് ഇത്രയും പ്രോസസ്സ് വരും. ഓക്കെ ആണല്ലോ. ആക്ഷൻ റിസർച്ച് ഈസ് മെയിൻലി, നോക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ, ഇത് രണ്ടുമാണോ, നൺ ഓഫ് ദീസ് ആണോ? ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും എന്താണ്, ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ആക്ഷൻ റിസർച്ച് ഈസ് മെയിൻലി ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ മീൻസ്. എന്താ പറഞ്ഞത്, ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ മീൻസ് അതായത് സ്പെസിഫിക് ആയതല്ലേ, പ്രത്യേകമായതിൽ നിന്നും പൊതുവായതിലേക്ക് എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഇതനുസരിച്ച് ഈ ഓപ്ഷൻ അനുസരിച്ച് ഏത് വരണം, ടീച്ചിങ് എക്സാമ്പിൾസ് ഫസ്റ്റ്. എന്താണ്, ആദ്യം ഉദാഹരണങ്ങളെ സമർത്ഥിക്കുക, അതിനുശേഷം പൊതുവായ തത്വത്തിലേക്ക് കൊണ്ടുപോവുക. ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പോൾ എന്താണ്, എലിഫന്റിന്റെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറയാം, ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ ആണ് അല്ലേ. പിന്നെന്താണ്, ബട്ടർഫ്ലൈയുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്, മനുഷ്യന്റെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. എന്നിട്ട് നമ്മൾ അങ്ങനെ ഓരോരോ പർട്ടിക്കുലർ കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലെ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു പൊതു തത്വം, ഒരു ജനറൽ ഇതിലേക്ക് അവരെ കൊണ്ടുപോകാം. മനസ്സിലായോ? അപ്പൊ പിന്നീട് നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്താ, എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നമുക്ക് പഠിപ്പിക്കാം ഇല്ലേ. അപ്പൊ ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ ടു ജനറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇൻഡക്റ്റീവ് മെത്തേഡാണ് ഇല്ലേ, ആഗമന രീതി. പർട്ടിക്കുലർ ടു ജനറൽ അല്ലെ സ്പെസിഫിക് ടു ജനറൽ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡക്റ്റീവ് മെത്തേഡ് ആണെന്നുള്ള കാര്യം അറിയാലോ അല്ലെ. ഇനി ടീച്ചിങ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ മെന്റൽ ലെവൽ ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ ഇന്ന് ഈ പറയുന്ന 11 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ടീച്ചിങ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ മെന്റൽ ലെവൽ ഓഫ് സ്റ്റുഡൻസ് റെഫേഴ്സ് ടു, കുട്ടിയുടെ മെന്റൽ ലെവലിനെ അനുസരിച്ചായിരിക്കണം, ബേസ് ചെയ്തായിരിക്കണം ടീച്ചിങ് നടത്തേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഏത് ആസ്പെക്ട് ആണ് ഇതിനകത്ത്, ദിസ് റെഫേഴ്സ് ടു സൈക്കോളജിക്കൽ ടു ലോജിക്കൽ. എന്താണ് സൈക്കോളജിക്കൽ ടു ലോജിക്കൽ? അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, പർട്ടിക്കുലർ ടു ജനറൽ,
അതൊരു മാക്സിംസ് ആണ്. പിന്നെ അടുത്താണ് സൈക്കോളജിക്കൽ ടു ലോജിക്കൽ എന്ന് പറയും. ഫ്രം സൈക്കോളജിക്കൽ ടു ലോജിക്കൽ. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സൈക്കോളജിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ നീഡ്സ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് എന്നിവ മനസ്സിലാക്കി അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ആദ്യം പഠിപ്പിക്കുക. മനസ്സിലായോ? അപ്പൊ അവരുടെ നീഡ്സും ഇൻട്രസ്റ്റും ഒക്കെ അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, അവരെ പഠിപ്പിക്കാൻ. എന്നിട്ട് വേണം ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാൻ. എന്നിട്ടാണ് ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകേണ്ടത്. അതാണ് ഈ സൈക്കോളജിക്കൽ ടു ലോജിക്കൽ എന്ന മാക്സിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ. ദെൻ ഫ്രം ജനറൽ ടു പർട്ടിക്കുലർ റെഫേഴ്സ് ടു വിച്ച് ടൈപ്പ് ഓഫ് റീസണിങ്. ഇതാ നോക്കിക്കേ, എന്താണ് നമ്മൾ നേരത്തെ ഇൻഡക്റ്റീവ് പറഞ്ഞു. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ജനറൽ ടു പർട്ടിക്കുലർ. പൊതുവായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക, സ്പെസിഫിക് ആയ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ ഏത് മെത്തേഡാണ്? ഡിഡക്റ്റീവ് ആണ്, നിഗമന ചിന്ത. അപ്പൊ ഇത് മറന്നു പോകാതിരിക്കാൻ DGP ഒന്ന് ഓർക്കുക. ഡിഡക്റ്റീവ് ജനറൽ ടു പർട്ടിക്കുലർ. ഓക്കെ, ഡിഡക്റ്റീവ് ജനറൽ ടു പർട്ടിക്കുലർ, അതാണ് DGP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഉദാഹരണം പറയാനാണെങ്കിൽ ജനറൽ ടു പർട്ടിക്കുലർ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഹ്യൂമൻ ബോഡിയെ കുറിച്ച് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, പൊതുവായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇല്ലേ. അതിനുശേഷമാണ് ഹാർട്ടിന്റെ ഫംഗ്ഷൻ, ബ്രെയിനിന്റെ ഫംഗ്ഷൻ, കിഡ്നിയുടെ ഫംഗ്ഷൻ, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ ആദ്യമേ തന്നെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ അങ്ങ് പഠിപ്പിച്ചിട്ട് പിന്നെ ബ്രെയിനിൻ്റെ അത് പഠിപ്പിച്ചു, അങ്ങനെ ഓരോ അവയവങ്ങൾ പഠിപ്പിച്ചിട്ടാണോ പിന്നെ ബോഡിയുടെ മൊത്തത്തിലുള്ള കാര്യം? അങ്ങനെയല്ല. നമ്മൾ ആദ്യം ഹ്യൂമൻ ബോഡിയുടെ ഒരു പൊതുവായ കൺസെപ്റ്റ് പഠിപ്പിച്ചതിന് ശേഷമാണ് അതിന്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ DGP ഓർത്താൽ മതി, ഡിഡക്റ്റീവ്. ഓക്കെ ആണല്ലോ. ദെൻ മാക്സിംസ് ഓഫ് ടീച്ചിങ് ഹെൽപ്പ് ടീച്ചേഴ്സ് ടു. ടീച്ചേഴ്സിന് ഈ മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്തിനാ സഹായിക്കുന്നത്? മേക്കിംഗ് ടീച്ചിങ് സിസ്റ്റമാറ്റിക് ആൻഡ് എഫക്റ്റീവ്. എന്താണ്? ടീച്ചിങ് വളരെ സിസ്റ്റമാറ്റിക്കും എഫക്റ്റീവ് ആയിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്രം നേരത്തെ പറഞ്ഞത് കണക്ക് എന്താണ്, ജനറൽ ടു പർട്ടിക്കുലർ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ടു ജനറൽ, ഫ്രം നോൺ ടു അൺനോൺ. അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം പഠിപ്പിച്ചിട്ട് അറിയാത്ത കാര്യങ്ങളിലേക്ക് പോകാം ഇല്ലേ. ഫ്രം നിയർ ടു ഫാർ, അടുത്തുള്ള കാര്യങ്ങൾ അവരെ പരിചയപ്പെടുത്തിയ ശേഷം അകലെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവരെ പഠിപ്പിക്കാം ഇല്ലേ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള കുറേ മാക്സിംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ആ പേരിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി നോക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, മേക്ക് ഇറ്റ് ടീച്ചിങ് സിസ്റ്റമാറ്റിക് ആൻഡ് എഫക്റ്റീവ്. ദെൻ വിച്ച് മാക്സിം എംഫസൈസസ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഫ്രം വേഗ് ഐഡിയാസ്. വേഗ് ഐഡിയാസ് എന്ന് പറയുമ്പോൾ അൺക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവിടെ നിന്ന് വേണം തുടങ്ങാൻ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം എംഫസൈസസ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഫ്രം വേഗ്. അവ്യക്തമായതിൽ നിന്നും വ്യക്തമായതിലേക്ക് എന്നുള്ള ഏത് മാക്സിം ആണെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? ഇൻഡെഫിനിറ്റ് ടു ഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവ്യക്തമായതിൽ നിന്നും വ്യക്തമായതിലേക്ക് എന്നാണ്. ആ രീതിയിലായിരിക്കണം പഠനം നടത്തേണ്ടത്, അല്ലെങ്കിൽ ടീച്ചിങ് നടത്തേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മാക്സിം അനുസരിച്ച്. ഇൻഡെഫിനിറ്റ് ടു ഡെഫിനിറ്റ് കേട്ടോ. എന്ന് പറയുമ്പോഴത്തേക്കിനും എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ മഴ എന്ന കൺസെപ്റ്റ് എടുക്കുക. അപ്പം മഴ എന്ന് പറയുമ്പോൾ മേഘങ്ങളിൽ നിന്നാണ് മഴ ഉണ്ടാകുന്നതെന്നുള്ള ഒരു കൺസെപ്റ്റ് കുട്ടിക്ക് അത് മാത്രമേ അറിയൂ. കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മേഘങ്ങൾ പെയ്യുന്നതാണ് മഴ എന്നുള്ളൊരു ജനറൽ ഒരു കൺസെപ്റ്റ് മാത്രം അറിയാം. അതിനെക്കുറിച്ച് വേറെ കൂടുതലൊന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അപ്പൊ ചില കുട്ടികൾക്ക് ഇതുപോലും അറിയാത്ത കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലേ. ഞാനൊക്കെ എൻ്റെ കുഞ്ഞുനാളിലെന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ വിചാരിക്കും എന്താണ്, ദൈവം കരയുന്നതാണ് മഴ പെയ്യുന്നതെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അങ്ങനെയാണ് ചിന്ത വരുന്നത്. കുട്ടികൾ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന അറിയില്ല, വളരെ കുഞ്ഞായിട്ടിരിക്കും. പിന്നീടല്ലേ നമ്മളതൊക്കെ എങ്ങനെയാണ് ആ വാട്ടർ സൈക്കിളൊക്കെ നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ ജലചക്രം അല്ലെ വാട്ടർ സൈക്കിള് കുട്ടിയെ പഠിപ്പിച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് ഒരു വ്യക്തത വന്നു, ക്ലിയർ ആയിട്ടുള്ള ഒരു ഇത് വന്നു, അല്ലെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഐഡിയ കുട്ടിക്ക് കിട്ടി. അതാണ് ഇൻഡെഫിനിറ്റ് ടു ഡെഫിനിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആദ്യം മഴ, മേഘത്തിൽ നിന്ന് മഴ ഉണ്ടാകുന്നു മാത്രമുള്ള ഒരു വേഗമായിട്ടുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മൾ വാട്ടർ സൈക്കിളിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് കുട്ടിക്ക് നല്ല വ്യക്തമായ ഒരു ധാരണ ഉണ്ടായി, ക്ലിയർ ആയി കാര്യങ്ങൾ. മനസ്സിലായോ? അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. അതാണ് ഈ മാക്സിം അനുസരിച്ച് പറയുന്നത്. ഏതാണ് ഇൻഡെഫിനിറ്റ് ടു ഡെഫിനിറ്റ് എന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇനി നമ്മൾ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് കമ്പോണൻസ്. നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന കമ്പോണൻസ് നമ്മുടെ മോഡൽസ് ഓഫ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ആ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ അതിന്റെ കുറച്ച് കമ്പോണൻസ് ഞാൻ പിന്നീട് പഠിപ്പിക്കാവുന്നത്. അപ്പൊ നോക്കിക്കേ, ആ ക്വസ്റ്റ്യൻ ആണിത്. നോക്കുക, അതിന്റെ കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടാണ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഫോക്കസ്, സിൻടാക്സ്, സോഷ്യൽ സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, സപ്പോർട്ട് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ. ഇതാണ് അതിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇവിടെ ആൻസറും ഇത് തന്നെയാണ്. ഫോക്കസ്, സിൻടാക്സ്, സോഷ്യൽ സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, സപ്പോർട്ട് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ ഓരോന്നും എന്തിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് ഓർ പ്രോസസ് ഇൻ ലേണിംഗ് കേട്ടോ. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് ഓർ പ്രോസസ്സ്. ദെൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷനെയാണ് സോഷ്യൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റിയാക്ഷൻ ഓഫ് ടീച്ചർ അല്ലെ റെസ്പോൺസ് ഓഫ് ടീച്ചർ റിയാക്ഷൻ ഓഫ് ടീച്ചർ ടു ദി റെസ്പോൺസ് ഓഫ് സ്റ്റുഡൻറ്. കുട്ടിയുടെ റെസ്പോൺസിനോടുള്ള ടീച്ചറിന്റെ റിയാക്ഷൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കിന് അവൈലബിൾ റിസോഴ്സസ് ഓർ മെറ്റീരിയൽസ്, നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അവൈലബിൾ മെറ്റീരിയൽസും റിസോഴ്സസും ഒക്കെയാണ് ഇവിടെ സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രയോഗ ഫലമാണ്, ഔട്ട്കമ്മിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ആ ഔട്ട്കം, ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് എന്താണ് എഫക്റ്റ്, രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റും അടുത്തത് നർച്ചറന്റ് എഫക്റ്റും എന്ന് പറയും. ഇതാണ് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് ആൻഡ് നർച്ചറന്റ് എഫക്റ്റ്. അതായത് ലേണിംഗ് ഔട്ട്കം കേട്ടോ. ആ ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്റ്റ് ലേണിംഗ് ഔട്ട്കം ആണ്. നമ്മളൊരു കണ്ടന്റ് കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിയിൽ നിന്നും എന്താണ് നമ്മളൊരു ലേണിംഗ് ഔട്ട്കം പ്രതീക്ഷിക്കും ഇല്ലേ? അതാണ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാനാണെങ്കിൽ എന്താ സ്നേഹികളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട് ഇല്ലേ? കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കണം, എന്ത് ലേണിംഗ് ഔട്ട്കം ആണ് അതിലൂടെ ഉണ്ടാകേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ മുൻകൂട്ടി ഇത് ചെയ്തിരിക്കും. അതിനനുസരിച്ച് ഉണ്ടാകുന്ന ലേണിംഗ് ഔട്ട്കം ആണ് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ്. അത് ഡയറക്റ്റ് എഫക്റ്റ് ആണ്, എക്സ്പ്ലിസിറ്റ് എഫക്റ്റ് ആണ്. ഓക്കെ. എന്നാൽ ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഇല്ലേ, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ചില സംഭവങ്ങൾ വരുമല്ലോ അതിന്റെ കൂട്ടത്തില് ഇല്ലേ? അതിനെയാണ് എന്ത് ഇൻഡയറക്റ്റ് എഫക്റ്റ് അതല്ലെങ്കിൽ നർച്ചറന്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ദേശസ്നേഹികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിച്ചു കഴിയുമ്പോൾ കുട്ടികളിൽ എന്താണ് പാട്രിയോട്ടിസം, ദേശസ്നേഹം എന്നുള്ള ഒരു വികാരം ഉടലെടുക്കും. അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ് അതല്ലേ, അത് ഉണ്ടാകുന്നു. അതൊരിക്കലും അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്, ഇൻഡയറക്റ്റ് ഔട്ട്കം ആണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ, പ്രയോഗ ഫലം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഡയറക്റ്റും ഇൻഡയറക്റ്റും. അപ്പോൾ ഡയറക്റ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് ആണ്, ഡയറക്റ്റ് ലേണിംഗ് ഔട്ട്കം. ഓക്കെ. അതിനെ എക്സ്പ്ലിസിറ്റ് എന്നും പറയും. എന്നാൽ നർച്ചറന്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ലേണിംഗ് ഔട്ട്കം ആണ്, അത് ഇംപ്ലിസിറ്റ് ആണ്, ഇൻഡയറക്റ്റ് ഇംപ്ലിസിറ്റ്. ഓക്കെ. ഇത് മുൻവർഷം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഫോക്കസ്, സിൻടാക്സ്, സോഷ്യൽ സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, സപ്പോർട്ട് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് കമ്പോണന്റ് പ്രൊവൈഡ്സ് ദ ഫിലോസഫിക്കൽ ബേസ് ഓഫ് എ ടീച്ചിങ് മോഡൽ? നോക്കിക്കേ, താഴെ തന്നിരിക്കുന്നതിൽ ഏത് കമ്പോണന്റ് ആണ് ഫിലോസഫിക്കൽ ബേസ് ആയിട്ടുള്ളത്, ടീച്ചിങ് മോഡലിന്റെ ഫിലോസഫിക്കൽ ബേസ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഒരു ഐഡിയ ഇല്ല അല്ലേ? ഫോക്കസ് ആണ് ആൻസർ. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആണ് ഇല്ലേ? ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ് ഇല്ലേ? നമ്മളൊരു ടീച്ചിങ് മോഡൽ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അത് വെച്ചുകൊണ്ട് ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് നമുക്ക് ഉണ്ടായിരിക്കും ഇല്ലേ? ഉദാഹരണം പറയാനാണെങ്കിൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ, കൺസ്ട്രക്റ്റിവിസം. ഓക്കെ. അങ്ങനെ കൺസ്ട്രക്റ്റിവിസം എന്നുള്ള ഇത് അഡോപ്റ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രക്റ്റിവിസത്തിന്റെ പ്രത്യേകത എന്താണ്? കുട്ടികളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തണം, ഇവരുടെ കൊളാബറേഷൻ ഉണ്ടായിരിക്കണം ഇല്ലേ? അപ്പോൾ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും കൊളാബറേഷനും ഒക്കെ ഉറപ്പുവരുത്തുക, അതാണ് അവിടുത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ്. ആ ഫോക്കസ് എന്ന് പറയുന്നത് അതാണ് ഇല്ലേ? അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യുകയാണ്? സ്വയം അറിവ് നിർമ്മിച്ചെടുക്കുന്നതാണല്ലോ എന്ത് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. കുട്ടി എന്ത് ചെയ്യണം? ആക്റ്റീവ്ലി ബിൽഡ് ദെയർ ഓൺ നോളജ് ത്രൂ ദെയർ എക്സ്പീരിയൻസസ് ഇല്ലേ? അതാണ് കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്നത്. അപ്പൊ കുട്ടി സ്വയം അറിവ് നിർമ്മിച്ചെടുക്കണം. അപ്പൊ ഇവിടെ ഫോക്കസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കുട്ടിക്ക് എന്താണ്? സ്വയം അറിവ് നിർമ്മിക്കാനുള്ള ശേഷി അവർക്കുണ്ട്. അപ്പൊ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതുകൊണ്ട് അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഓരോ ടീച്ചിങ് മോഡലിനും ഓരോ ഫിലോസഫിക്കൽ ബേസ് ഉണ്ട്. മനസ്സിലായോ? ഇപ്പോൾ റിയലിസം, ഐഡിയലിസം അങ്ങനെയൊക്കെ കുറെ ഫിലോസഫിക്കൽ ബേസുകളുണ്ട്. അത് വെച്ചുകൊണ്ടാണ് പല ടീച്ചിങ് മോഡലും ഉള്ളതെന്ന് പറയും. ഇപ്പം വേറൊരു ഉദാഹരണമാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, അതേപോലെ തന്നെ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. ഇതെല്ലാം ഓരോ ഫിലോസഫിക്കൽ ബേസ് വെച്ചുള്ളതാണ്, റിയലിസം വെച്ചുകൊണ്ടൊക്കെ ഉള്ളതാണ്. ഓക്കെ. പ്രകൃതിയിൽ നിന്നും
ഓരോ കാര്യങ്ങൾ പഠിക്കുക ഇല്ലേ, എന്താണ് അതേപോലെ സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ ഫാക്റ്റുകളൊക്കെ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ ടീച്ചിങ് മോഡലുകളുണ്ട്. അപ്പം ഞാൻ കൂടുതൽ അതിലേക്ക് കടത്തുന്ന സമയം കളയുന്നില്ല, ഇത് മനസ്സിലാക്കി വെക്കുക. ഫിലോസഫിക്കൽ ബേസ് എന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഒബ്ജക്റ്റീവാണ്, ഫോക്കസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ദ എഫക്റ്റീവ്നെസ് ഓഫ് എ ടീച്ചിങ് മോഡൽ ഡിപ്പെൻഡ്സ് മോസ്റ്റ്ലി ഓൺ. ഇനി ഒരു ടീച്ചിങ് മോഡലിന്റെ എഫക്റ്റീവ്നെസ് എന്തിനെയാണ് കൂടുതലായും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിക്കേ. ടീച്ചേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണോ, സ്റ്റുഡന്റിന്റെ നമ്പർ ആണോ, സബ്ജക്ട് കണ്ടന്റ് ആണോ, കോർഡിനേഷൻ എമംഗ് ഇറ്റ്സ് കമ്പോണൻസ് ആണോ. അപ്പൊ എന്താണ് അതിന്റെ കമ്പോണൻസിന്റെ കോർഡിനേഷൻ ആണ് ഒരു ടീച്ചിങ് മോഡലിന്റെ എഫക്റ്റീവ്നെസ് നിശ്ചയിക്കുന്നത്. ഓക്കെ, കോർഡിനേഷൻ എമംഗ് ഇറ്റ്സ് കമ്പോണൻസ്. ദെൻ വിച്ച് കമ്പോണന്റ് പ്രൊവൈഡ്സ് ദ ഫിലോസഫി. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അത് റിപ്പീറ്റ് ചെയ്തു പോയതാണ്. ഏതാണ് ആൻസർ? ഫോക്കസ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ സെൽഫ് ആൻഡ് പിയർ ഇവാലുവേഷൻ എൻകറേജ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ച്, ഞാൻ ഓപ്ഷൻസ് വായിച്ച സമയം കളയുന്നില്ല. സെൽഫ് ആൻഡ് പിയർ ഇവാലുവേഷൻ എൻകറേജ് നോക്കുക. ഏതാണ്? റെസ്പോൺസിബിലിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലേ. സെൽഫ് ആൻഡ് പിയർ ഇവാലുവേഷൻ എൻകറേജ് എന്താണ് എൻകറേജ് ചെയ്യുന്നത്? റെസ്പോൺസിബിലിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങുമാണ് എൻകറേജ് ചെയ്യുന്നത്. ദെൻ പെർഫോമൻസ് ടാസ്ക് ഇവാലുവേറ്റ്. പെർഫോമൻസ് ടാസ്ക് ഇവാലുവേറ്റ് എന്താണ്? പെർഫോമൻസ് ടാസ്ക് ഇവാലുവേറ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് ഏതാണ്? കൊഗ്നിറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ് അല്ലേ. കൊഗ്നിറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ് ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മൾ പെർഫോമൻസ് ടാസ്കുകൾ കൊടുക്കുന്നത് അല്ലേ. കൊഗ്നിറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ. ദെൻ വിച്ച് ടൂൾ ഈസ് സ്യൂട്ടബിൾ ഫോർ ഫോർമേറ്റീവ് ഇവാലുവേഷൻ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോർമേറ്റീവ് ഇവാലുവേഷൻ ടൂൾ ഏതാണ്? റേറ്റിംഗ് സ്കെയിലാണ്. ബാക്കിയൊന്നും അതല്ല ഇല്ലേ, റേറ്റിംഗ് സ്കെയിലാണ്. ബോർഡ് ടെസ്റ്റും ഫൈനൽ എക്സാം ഒക്കെ സമ്മേറ്റീവ് ആണ്, അറിയാലോ. റേറ്റിംഗ് സ്കെയിലാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ദെൻ ഡെമോൺസ്ട്രേഷൻ റെക്കോർഡ് ഈസ് എന്താണ്? ടെക്നിക്കാണോ, ടൂളാണോ, മെത്തേഡാണോ എന്നതാണ് ചോദ്യം. ഡെമോൺസ്ട്രേഷൻ റെക്കോർഡ് ഈസ് ടൂൾ. ഏതാണ്? ടൂളാണ്. ഡെമോൺസ്ട്രേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ടൂളാണ്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇപ്പോൾ ഡെമോൺസ്ട്രേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ടൂളാണ് അല്ലേ. ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റ്. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ റെക്കോർഡ് എന്താണെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ഡെമോൺസ്ട്രേഷൻ ലെസൺ ബൈ എ ടീച്ചർ ഓർ ടീച്ചർ സ്റ്റുഡന്റ്. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡാണ്. ഡെമോൺസ്ട്രേഷൻ ലെസന്റെ ഒരു റെക്കോർഡാണ്. അതൊരു ടീച്ചർ അല്ല ടീച്ചർ സ്റ്റുഡന്റോ ചെയ്യുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ പ്രോസസ്സിന്റെ ഒരു റെക്കോർഡാണ്. അത് രേഖപ്പെടുത്തുന്ന ഒരു റെക്കോർഡാണ് ഡെമോൺസ്ട്രേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഈസ് എ ടെക്നിക്കാണോ, ടൂളാണോ, മെത്തേഡാണോ? എന്താണ്? അച്ചീവ്മെന്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ദെൻ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്തുവാണെന്ന് അറിയാമില്ലേ? എന്തായിരുന്നു? മെഷർ വാട്ട് എ സ്റ്റുഡന്റ് ഹാസ് ലേൺഡ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്തിനുള്ളതാണ്? ഒരു കുട്ടിയുടെ എന്താണ് നേട്ടം ഇല്ലേ, നേടിയ നേട്ടം അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതൊക്കെ സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പോർട്ട്ഫോളിയോ ഈസ് യൂസ്ഡ് ടു. എന്തിനാണ് പോർട്ട്ഫോളിയോ ഉപയോഗിക്കുന്നത്? അസസ് സ്റ്റുഡൻസ് ഓവറോൾ പ്രോഗ്രസ്. കുട്ടിയുടെ മൊത്തത്തിലുള്ള പ്രോഗ്രസ് അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ അനുസരിച്ച്. അപ്പോൾ ഇവിടെ പോർട്ട്ഫോളിയോ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. എ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് ഓവർ ടൈം. ഒരു കുട്ടി ഒരു എന്താണ് അക്കാഡമിക് ഇയറിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്യുന്ന ആ വർക്കുകളുടെ എല്ലാം കൂടി കളക്ഷനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് കേട്ടോ. എ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് ഓവർ ടൈം അതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ദെൻ ചെക്ക് ലിസ്റ്റ് ഈസ് എ. എന്താണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റം ആണ് ഇല്ലേ. ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഓർ സ്കിൽസ് ദാറ്റ് ആർ ചെക്ക്ഡ് വെദർ ദേ ആർ പ്രസന്റ് ഓർ നോട്ട്. ഒരു കുട്ടിയിൽ ചില എന്താണ് സ്കില്ല് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു സംഭവമാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇല്ലേ. ഇതൊരു ടൂളാണ്. എന്താണ്? ഒരു ടൂളാണ്. അപ്പൊ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഓർ സ്കിൽസ് ദാറ്റ് ആർ ചെക്ക്ഡ് വെദർ ദേ ആർ പ്രസന്റ് ഓർ നോട്ട്. അതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റേറ്റിംഗ് സ്കെയിൽ ഹെൽപ്സ് ടു. എന്താണ് റേറ്റിംഗ് സ്കെയിൽ? എന്തിനാണ് സഹായിക്കുന്നത്? തന്നിരിക്കുന്ന ഇതനുസരിച്ച് ഏതാണ്? റേറ്റിംഗ് സ്കെയിൽ ഹെൽപ്സ് ടു ട്രാക്ക് ബിഹേവിയർ ആൻഡ് സ്കിൽസ്. എന്തിനു സഹായിക്കുന്നു? ട്രാക്ക് ബിഹേവിയർ ആൻഡ് സ്കിൽസ്. ഓക്കെ, ദെൻ അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ ഓർക്കുക. റേറ്റിംഗ് സ്കെയിലിനെ കുറിച്ച് പറയുമ്പോൾ ലിക്കേർട്ട് സ്കെയിലുമുണ്ട്, അതേപോലെ തന്നെ മറ്റൊരു സ്കെയിലാണ് ലൈൻ ഓർ കോണ്ടിനം കേട്ടോ. ലിക്കേർട്ടും ലൈൻ ഓർ കോണ്ടിനവും. അപ്പൊ നമ്മൾ ഈ ലിക്കേർട്ട് സ്കെയിലിനകത്തെന്ന് പറയുമ്പോഴത്തേക്കിന് ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതാണ്. അപ്പൊ അത് ക്വസ്റ്റ്യനെയർ മെത്തേഡിൽ ഈ സർവേ പോലൊക്കെ നടത്തിയിട്ട് അല്ലെ ഒരു ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചുകൊണ്ട് ആറ്റിറ്റ്യൂഡ്സും ഒപ്പീനിയൻസും ഒക്കെ എന്ത് ചെയ്യുന്നതാണ്? നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് ലിക്കേർട്ട് സ്കെയിലിൽ കാണിക്കുന്നത്. അപ്പൊ ഇത്
ഇപ്പോൾ സ്ട്രോങ്ലി എഗ്രി, അല്ലെങ്കിൽ എന്താണ് എഗ്രി, ന്യൂട്രൽ, ഡിസഗ്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അത് ഏത് സ്കെയിലാണ്? ലിക്കേർട്ട് സ്കെയിലാണെന്നുള്ളത് ഓർക്കുക. അടുത്തൊരു റേറ്റിംഗ് സ്കെയിലാണ് എന്താണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ. എന്താണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ? ഞാൻ അത് ലൈനോർ കോണ്ടിനം എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലാണ് അടുത്ത ഒരു റേറ്റിംഗ് സ്കെയിലിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പുവർ ടു എക്സലന്റ് എന്നുള്ള രീതിയിൽ ഒന്നുകിൽ ന്യൂമറിക് ആയിട്ട് അതല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കാര്യങ്ങൾ ഇൻഫർമേഷൻ രേഖപ്പെടുത്തുന്നതാണ് ഈ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിനകത്ത്. ഇവിടെ ക്വാളിറ്റി മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് ക്വാളിറ്റി മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്? ഓക്കെ, അത്രയും കാര്യങ്ങൾ റേറ്റിംഗ് സ്കെയിലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണെന്ന് കരുതുന്നു. Then observation schedule is used to. എന്തിനാണ് ഒബ്സർവേഷൻ ഷെഡ്യൂൾ യൂസ് ചെയ്യുന്നത്? റെക്കോർഡ്സ് സ്റ്റുഡൻസ് പെർഫോമൻസ് സിസ്റ്റമാറ്റിക്കലി. എന്തിനാണ്? കുട്ടിയുടെ പെർഫോമൻസ് ശാസ്ത്രീയമായിട്ട് റെക്കോർഡ് ചെയ്യാനാണ് ഒബ്സർവേഷൻ ഷെഡ്യൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അല്ലേ. ഇനി നോക്കുക, അനക്ഡോട്ടൽ റെക്കോർഡീസ് എന്താ പറഞ്ഞേക്കുന്നത്? എ ഷോർട്ട് നോട്ട് ഓൺ സിഗ്നിഫിക്കൻറ്റ് സ്റ്റുഡൻറ് ബിഹേവിയർ. അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് നോട്ട് ഓൺ സിഗ്നിഫിക്കൻറ്റ് സ്റ്റുഡൻറ് ബിഹേവിയർ. കുട്ടിയുടെ എന്തെങ്കിലും ഒരു എന്താണ് എടുത്തു പറയത്തക്ക ഒരു ബിഹേവിയർ കുട്ടി കാണിക്കുമ്പോൾ അതിനെക്കുറിച്ച് എഴുതുന്ന ഒരു ഷോർട്ട് നോട്ടാണ് ടീച്ചർ എഴുതുന്നതാണ് അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഷോർട്ട് നോട്ട് ഓൺ സിഗ്നിഫിക്കൻറ്റ് സ്റ്റുഡൻറ് ബിഹേവിയർ. ദെൻ ക്വസ്റ്റ്യനെയർ ഈസ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൂളാണോ ടെക്നിക്കാണോ? ടൂളാണ് അല്ലേ. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് എന്താണ്? ടൂളാണ്. ദെൻ മൈക്രോ ടീച്ചിങ് വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ. മൈക്രോ ടീച്ചിങ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഡ്വൈറ്റ് ഡബ്ല്യു അലൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. DW അലൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. മൈക്രോ ടീച്ചിങ് വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ ഡ്വൈറ്റ് ഡബ്ല്യു അലൻ. അപ്പോൾ മൈക്രോ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വെക്കുക. ഈ മൈക്രോ ടീച്ചിങ്ങിലൂടെ കുറച്ച് സ്കിൽസ് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ചില സ്റ്റേറ്റ്മെന്റ് വൈസിനകത്തൊക്കെ ചോദിക്കാറുണ്ട് കയറി. അപ്പോൾ സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ എന്താണ്? ഒന്ന് സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ, പിന്നെ അതേപോലെ സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്, സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, അതേപോലെ സ്കിൽ ഓഫ് എക്സ്പ്ലനേഷൻ, ദെൻ സ്കിൽ ഓഫ് ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ്, പിന്നെ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ, ദെൻ സ്കിൽ ഓഫ് ക്ലോഷർ, അതായത് എൻഡിങ് എ ലെസൺ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മൈക്രോ ടീച്ചിങ്ങിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സ്കിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്കിൽ ഓഫ് മോട്ടിവേഷൻ, സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ്, സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, സ്കിൽ ഓഫ് എക്സ്പ്ലനേഷൻ, സ്കിൽ ഓഫ് ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ്, സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ ആൻഡ് സ്കിൽ ഓഫ് ക്ലോഷർ. ഓക്കെ, ഇതാണ് എന്താണ് മൈക്രോ ടീച്ചിങ്ങിൽ ഒരു ടീച്ചർ പ്രാക്ടീസ് ചെയ്യുന്ന സ്കിൽസ് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മൈക്രോ ടീച്ചിങ് ഈസ് എ ടെക്നിക്ക് യൂസ്ഡ് ഫോർ. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രെയിനിങ് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇല്ലേ. അപ്പോൾ ടീച്ചേഴ്സിന് വരുന്ന സ്കില്ലുകളാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മൈക്രോ ടീച്ചിങ് ഈസ് എ ടെക്നിക്ക് യൂസ്ഡ് ഫോർ ട്രെയിനിങ് ടീച്ചേഴ്സ്. Then the duration of a micro teaching lesson is usually എത്രയാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്? 5 to 10 minutes ആണ് കേട്ടോ. 5 to 10 minutes ആണ്. എന്നാൽ ടോട്ടൽ സ്റ്റാൻഡേർഡ് ടൈം ആണ് ചോദിക്കുന്നതെങ്കിൽ 36 ആണ്. എന്താണ്? 36 ആണ്. 36 minutes. ഓക്കെ, 36 minutes. സാധാരണ യൂഷ്വലി എത്രയാണ്? 5 to 10 minutes ആണ്. ഇൻ മൈക്രോ ടീച്ചിങ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഈസ് യൂഷ്വലി, അതും എത്രയാണ്? 5 to 10 ആണ്. മൈക്രോ ടീച്ചിങ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഈസ് യൂഷ്വലി 5 to 10. ദെൻ ദ മൈക്രോ ടീച്ചിങ് സൈക്കിൾ ഈസ് ബേസ്ഡ് ഓൺ ഏത് അപ്രോച്ച് അനുസരിച്ചാണ് മൈക്രോ ടീച്ചിങ് സൈക്കിൾ? സിമുലേഷൻ അപ്രോച്ച്. ഏതാണ്? സിമുലേഷൻ അപ്രോച്ച്. അപ്പോൾ സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് എ റിയലിസ്റ്റിക് ബട്ട് കൺട്രോൾഡ് ക്ലാസ് റൂം സിറ്റുവേഷൻ. ഓക്കെ, എന്താണ്? ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളത് എന്നാൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. അതാണ് സിമുലേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ദെൻ ദ പ്രോസസ് ഓഫ് മൈക്രോ ടീച്ചിങ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? മൈക്രോ ടീച്ചിങ്ങിന്റെ പ്രോസസ്സിനകത്ത് ടീച്ചിങ്, ഫീഡ്ബാക്ക്, റീടീച്ചിങ്, അതാണ് മൈക്രോ ടീച്ചിങ്ങിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചിങ്, ഫീഡ്ബാക്ക്, റീടീച്ചിങ്, എന്നിട്ട് വീണ്ടും ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് ബാക്കി പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓർക്കുക, ടീച്ചിങ്, ഫീഡ്ബാക്ക്, റീടീച്ചിങ്, അതാണ് മൈക്രോ ടീച്ചിങ്ങിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്.
ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടീച്ചിങ് സ്കിൽ പ്രാക്ടീസ്ഡ് ഇൻ മൈക്രോ ടീച്ചിങ്. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് അവിടുത്തെ സ്കിൽ എന്ന് ഉള്ളത് ഇല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, ചോക്ക് ബോർഡ് റൈറ്റിംഗ് ഉണ്ട്, സ്കിൽ ഓഫ് എക്സാമിനേഷൻ സെറ്റിംഗ് ആണ് അവിടുത്തെ തെറ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് പ്രാക്ടീസ് ചെയ്യാത്ത സ്കില്ല് അല്ലേ. ഏതാണ്? സ്കിൽ ഓഫ് എക്സാമിനേഷൻ സെറ്റിംഗ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ ഇബ്സെറ്റീവ് അസസ്മെന്റ് കമ്പയേഴ്സ് എ ലേണേഴ്സ് പെർഫോമൻസ് വിത്ത്. എന്താണ് ഇബ്സെറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ? അത് ലേണേഴ്സിന്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യുന്നു. എന്തുമായിട്ടാണ്? their own previous performance. അതായത് കുട്ടിയുടെ പെർഫോമൻസിനെ, പ്രസന്റ് പെർഫോമൻസിനെ പ്രീവിയസ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന അസസ്മെന്റിനെയാണ് നമ്മൾ ഇബ്സെറ്റീവ് അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഒരു കുട്ടിയുടെ പ്രസന്റ് പെർഫോമൻസിനെ പാസ്റ്റ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇപ്പോൾ ഫസ്റ്റ് ടൈമിന് എക്സാമിനേഷന് കിട്ടിയ മാർക്കും സെക്കൻഡ് ടൈമിലെ എക്സാമിനേഷന് കിട്ടിയ മാർക്കും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇതിനെ നമുക്ക് ഇബ്സെറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. ഫോർമേറ്റീവ് അസസ്മെന്റിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇബ്സെറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. ഓക്കെ, ഇബ്സെറ്റീവ് അസസ്മെന്റ് മെയിൻലി ഫോക്കസ് ഓൺ എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡിവിജ്വൽ പ്രോഗ്രസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. കുട്ടിയുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻഡിവിജ്വൽ പ്രോഗ്രസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ആണ് ഇബ്സെറ്റീവ് അസസ്മെന്റ് മെയിൻലി ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ പ്രോഗ്രസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. Then, which of the statement about ഇബ്സെറ്റീവ് അസസ്മെന്റ് ഈസ് ഫാൾസ്? തന്നിരിക്കുന്നതിനകത്ത് ഇബ്സെറ്റീവ് അസസ്മെന്റിന്റെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇറ്റ് മോട്ടിവേറ്റ്സ് ലേണേഴ്സ് ടു ഇംപ്രൂവ് ദംസെൽസ്. ഇറ്റ് കമ്പയർസ് വൺ സ്റ്റുഡൻസ് റിസൾട്ട് വിത്ത് അതേഴ്സ്. ഫോളോയിങ് ട്രഡീഷണൽ മെത്തേഡ്സ് സ്ട്രിക്ട്ലി. അവോയ്ഡിങ് സ്റ്റുഡന്റ് ഫീഡ്ബാക്ക്. ഇവിടെ എന്താണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ഇറ്റ് കമ്പയർസ് വൺ സ്റ്റുഡൻസ് വിത്ത് അതേഴ്സ്. മറ്റുള്ള കുട്ടികളുടെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല ഇബ്സെറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു കുട്ടിയുടെ സെയിം കുട്ടിയിൽ തന്നെ എന്താണ് പാസ്റ്റിലെയും പ്രസന്റിലെയും പെർഫോമൻസുകളെ തന്നെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുന്നതാണ് ഇബ്സെറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഒരിക്കലും മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുന്നതേ അല്ല. ഓക്കെ ആണോ? ഓക്കെ, ഇബ്സെറ്റീവ് അസസ്മെന്റ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. എങ്ങനെ പറയാം ഇബ്സെറ്റീവ് അസസ്മെന്റിനെ? നമുക്ക് സെൽഫ് റെഫറൻസ്ഡ് എന്നും പറയാം ഇല്ലേ. മുൻ വർഷത്തെ ഇതും ഇപ്പോഴത്തെ ഇതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കുട്ടിക്ക് തന്നെ സ്വയം എന്ത് ചെയ്യാൻ കഴിയും? അസസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതിനെ സെൽഫ് റെഫറൻസ്ഡ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇബ്സെറ്റീവ് അസസ്മെന്റ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് സെൽഫ് റെഫറൻസ്ഡ്. ഓക്കെ, ദെൻ റിഫ്ലെക്റ്റീവ് ടീച്ചിങ് മീൻസ്. എന്താണ് റിഫ്ലെക്റ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ? റിഫ്ലെക്റ്റീവ് ടീച്ചിങ് മീൻസ് ഇവാലുവേറ്റിംഗ് വൺസ് ഓൺ ടീച്ചിങ് ഫോർ ഇംപ്രൂവ്മെന്റ്. എന്താണ്? ഇവാലുവേറ്റ് വൺസ് ഓൺ ടീച്ചിങ് ഫോർ ഇംപ്രൂവ്മെന്റ് ഇല്ലേ. ഒരു ടീച്ചറിന്റെ തന്നെ ടീച്ചിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇല്ലേ. ഇനി ഇതിന്റെ സ്റ്റെപ്സും കൂടി ഒന്ന്, റിഫ്ലെക്റ്റീവ് ടീച്ചിങ്ങിന്റെ സ്റ്റെപ്സ് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്റ്റ്, റിവൈസ്. പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്റ്റ്, റിവൈസ്. ഒന്നുകൂടെ പറയാം. പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്റ്റ്, റിവൈസ്. പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ കൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഡിസൈഡ്സ് വാട്ട് ടു ടീച്ച് ആൻഡ് ഹൗ ടു ടീച്ച് എന്നൊക്കെയുള്ള കാര്യം ഇല്ലേ. പിന്നീട് എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ടീച്ചിങ് ലെസൺ അല്ല ടീച്ച് ദ ലെസൺ എന്ത് ചെയ്യുന്നു? പാഠം പഠിപ്പിക്കുന്നു. അത് കഴിയുമ്പോൾ ഒബ്സർവ് എന്ന് പറയുമ്പോൾ എന്താണ്? റെക്കോർഡ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ പാഠം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുക അത് ഒബ്സർവ് ചെയ്യുന്നു, കുട്ടിയിൽ എന്താണ് നടക്കുന്നതെന്നൊക്കെ ഉള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ്. ആ റിഫ്ലക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അനലൈസിങ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആണ്. എന്താണ്? അനലൈസിങ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ദെൻ റിവൈസ് എന്ന് പറയുമ്പോൾ മോഡിഫൈ ഫ്യൂച്ചർ ടീച്ചിങ്. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് അനുസരിച്ച് നമ്മൾ ടീച്ചിങ്ങിനെ മോഡിഫൈ ചെയ്യുന്നു. അതാണ് റിവൈസ്. ഓക്കെ, അപ്പോൾ റിഫ്ലക്റ്റീവ് ടീച്ചിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്റ്റ് ആൻഡ് റിവൈസ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതാ നോക്കിക്കുക, അടുത്ത ചോദ്യം. റിഫ്ലക്റ്റീവ് ടീച്ചിങ് ഫോക്കസസ് മെയിൻലി ഓൺ എന്താണ്? ടീച്ചേഴ്സ് സെൽഫ് ഇവാലുവേഷൻ. എന്തിനാണ്? ടീച്ചേഴ്സിന്റെ സെൽഫ് ഇവാലുവേഷൻ ആണ് മെയിനായിട്ട് റിഫ്ലക്റ്റീവ് ടീച്ചിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഓഫ് ഇവാലുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഓഫ് ഇവാലുവേഷനകത്ത് ഒരു റൂബ്രിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം.
അപ്പോൾ ഞാൻ പറഞ്ഞത് റൂബ്രിക്സിനെ കുറിച്ചാണ്. റൂബ്രിക്സ് എന്ന് പറയുന്നത് ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഓഫ് ഇവാലുവേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇതെന്ന് പറയുന്നത് റൂബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ റൂബ്രിക്സ് എന്ന് പറഞ്ഞാൽ സ്കോറിംഗ് ഗൈഡാണ്. ഇതൊരു സ്കോറിംഗ് ഗൈഡാണ്. ഇറ്റ് ഈസ് എ സ്കോറിംഗ് ഗൈഡ് ഡിസ്ക്രൈബ്സ് ക്രൈറ്റീരിയ ഫോർ ഗ്രേഡിംഗ് അക്കാഡമിക് ടാസ്ക് സച്ചസ് ഡെമോൺസ്ട്രേഷൻ അസസ്മെന്റ് പ്രോജക്റ്റ് എക്സെട്ര. ഒരു കുട്ടിയുടെ അസൈൻമെന്റ് അല്ലെങ്കിൽ പ്രോജക്റ്റുകളൊക്കെ നമ്മൾ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോറിംഗ് ഗൈഡാണ്. അപ്പോൾ ഇതൊരു ക്രൈറ്റീരിയ ആണ്, ഒരു മാനദണ്ഡമാണ്. ഉദാഹരണമായിട്ട് ഒരു കുട്ടിക്ക് ഒരു പ്രോജക്റ്റ് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് കുട്ടി ചെയ്തിട്ട് കൊണ്ടുവരുമ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ 20 മാർക്കാണ് ടോട്ടൽ എങ്കിൽ അത് നമ്മൾ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് എന്ത് ചെയ്യും, അതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അതായത് മീൻസ് ആ പ്രോജക്റ്റിന് നല്ല മാർക്ക് കൊടുക്കണമെങ്കിൽ ഇത്രയും മാനദണ്ഡങ്ങൾ അത് പാലിക്കുന്നുണ്ടായിരിക്കണം. മനസ്സിലായോ? അതാണ് ആ സ്കോറിംഗ് ഗൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു പ്രോജക്റ്റ് വർക്ക് കുട്ടി ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തെ കണ്ടന്റ് നോക്കും ഇല്ലേ, അത് നല്ല ഇൻഫർമേറ്റീവ് ആണോ ഇല്ലേ, വെൽ റിസർച്ച്ഡ് ആണോ എന്നൊക്കെ നോക്കും. പിന്നീട് അത് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും, അതിനൊരു മാർക്ക് കൊടുക്കും. പിന്നെ ഇപ്പം ആദ്യത്തെ കേസിൽ കണ്ടന്റിന് ഒരു 3 മാർക്ക്, ഓർഗനൈസേഷന് ഒരു 4 മാർക്ക്. പിന്നീട് അതിൻ്റെ ക്രിയേറ്റിവിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം, ഇന്നോവേറ്റീവ് ആണോ എന്നുള്ള കാര്യം നോക്കും, അതിനൊരു 4 മാർക്ക്. പിന്നീട് അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയാണ്, നീറ്റായിട്ടും അട്രാക്റ്റീവായിട്ടും അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ, അതിനൊരു 3 മാർക്ക്. പിന്നെ ടൈംലി സമയത്ത് അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, ടൈംലി സബ്മിഷൻ, പറഞ്ഞ സമയത്ത് പരിധിക്കുള്ളിൽ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അതിനും ഒരു 3 മാർക്ക്. അങ്ങനെയാണ് ആ ക്രൈറ്റീരിയ. അപ്പോൾ ഇതനുസരിച്ച് കുട്ടിയെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ മാർക്കുകൾ കൊടുക്കും. അങ്ങനെ ഒരു 20-ൽ 18 മാർക്കൊക്കെ കുട്ടിയെ സംബന്ധിച്ച് എക്സലൻ്റ് ആണ് അല്ലേ. ഇതാണ് റൂബ്രിക്സ് എന്ന് പറയുന്നത്. ഒരു സ്കോറിംഗ് ഗൈഡാണ്. ഓക്കെ, അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇല്ലേ, റെമഡിയൽ ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ളത്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ ജസ്റ്റ് നോക്കുക. പിന്നെ ക്യുമുലേറ്റീവ് റെക്കോർഡ്, സംഭവ വിവരണ രേഖ എന്ന് പറയും. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ കാലയളവിലെ ചരിത്ര രേഖയാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അത്യാവശ്യം കാര്യങ്ങൾ ബന്ധപ്പെട്ട് ആ സിലബസ് കവർ ചെയ്യാവുന്ന രീതിയിൽ മുൻ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഒന്ന് ഓടിച്ചിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഫ്രം 0 to ഹീറോ എന്ന ലെവലിലേക്ക് മാറാനായിട്ട് സാധിക്കട്ടെ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അതിന് നിങ്ങൾക്ക് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ നാളത്തെ എക്സാംസ് വളരെ ഭംഗിയായിട്ട് എഴുതി നിങ്ങൾക്ക് ജോലി എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ എന്ന് എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ആശംസകളും ഉണ്ടായിരിക്കുന്നു. പിന്നെ ഇനി നമുക്ക് തീരുന്നില്ല, HSCയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് തീരുന്നില്ല. നമ്മൾ ഇനിയും അങ്ങോട്ട് നമുക്ക് ഒരുപാട് പരീക്ഷകളുണ്ടല്ലേ. അപ്പോൾ സൈക്കോളജി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. അതേപോലെ അറിയാലോ കാര്യങ്ങൾ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, വീണ്ടും എൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നന്ദി.